C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടത് സി ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങി അറേസ് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് C++ ലാംഗ്വേജിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനിലേക്ക് വരെ നമുക്ക് കടക്കാനുണ്ട്. അപ്പോൾ C++ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമുക്കിന്ന് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് എന്ന് നമുക്ക് എന്തിനെ പറയാം? C++ ലാംഗ്വേജിനെ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് C++ ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ സി ലാംഗ്വേജിനെ പറ്റിയിട്ട് പഠിച്ചു. അതിൽ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ സി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സിനോട് ഏകദേശം സിമിലർ ആണ് C++ ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സി ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് C++ ലാംഗ്വേജ്. ഏകദേശം രണ്ടിൻ്റെയും പ്രോഗ്രാമിംഗ് സ്ട്രക്ചറും ഒക്കെ സെയിം ആണ്. പ്രോഗ്രാം എഴുതുന്ന മെത്തേഡ് കാര്യങ്ങളൊക്കെ ഏകദേശം രണ്ടിൻ്റെയും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? സി വിത്ത് ക്ലാസ്സസ് എന്ന് നമുക്ക് C++നെ വിളിക്കാം. സി ലാംഗ്വേജ് പഠിച്ച ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് എന്തും പഠിച്ചെടുക്കാൻ പറ്റും. C++ ലാംഗ്വേജും പഠിച്ചെടുക്കാൻ കഴിയും. അതുപോലെ C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ഒബ്ജക്ട്സിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് C++ എന്ന് പറയുന്നത്. ഇനി നമുക്ക് C++ൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. C++ ഈസ് എ ജനറൽ പർപ്പസ് കേസ് സെൻസിറ്റീവ് ഫ്രീ ഫോം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് സപ്പോർട്ട്സ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതായത് നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ C++ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ പർപ്പസ് ആയിട്ടുള്ളതും അതുപോലെ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++ എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയാണ്. അതുപോലെ C++ എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജ് ആണ്. ആസ് ഇറ്റ് എൻകാപ്സുലേറ്റ് ബോത്ത് ഹൈ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ് ഫീച്ചേഴ്സ്. മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമ്മൾ സി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. സി ലാംഗ്വേജും ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജ് ആയിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെയും മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തിലുണ്ട്? C++ ലാംഗ്വേജിലുണ്ട്. അതാണ് ബോത്ത് ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ C++ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സിസ്റ്റം പ്രോഗ്രാമിംഗ്, എംബഡഡ് പ്രോഗ്രാമിംഗ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്, ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ, ഗെയിംസ് എക്സെട്ര. ഇത്തരത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്? C++ ലാംഗ്വേജ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ നോക്കാം. എന്താണ് സിസ്റ്റം പ്രോഗ്രാമിംഗ്? നമ്മുടെ മോസ്റ്റ് ഓഫ് ദി OS നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ തന്നെ ഗെയിം എൻജിൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് C++ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് OS, മാക് OS ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ടാണ്? C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ എംബഡഡ് പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് C++ യൂസ് ചെയ്യാം. അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്തതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? C++ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MS വേർഡ്, MS എക്സൽ, അഡോബ് ഫോട്ടോഷോപ്പ്, നമ്മുടെ അഡോബിൻ്റെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസിലും അതുപോലെ ഗെയിംസ് ഒക്കെ നമ്മൾ കുറേയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ ഊപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഊപ്പ്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാസ് ആണ്.
ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് വിച്ച് ഹാവ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരേപോലത്തെ സ്വഭാവമുള്ള കുറച്ച് ഒബ്ജക്ട്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. നമ്മുടെ ഒരുപോലത്തെ സ്വഭാവമുള്ള ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു, അതായത് ഒരുപോലത്തെ സ്വഭാവമുള്ള ഒരു മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒബ്ജക്റ്റ് എന്ന് പറയാം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഗ്രൂപ്പ്സ് ദ ക്ലാസ് ഇൻഫർമേഷൻ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. നമ്മുടെ ക്ലാസ് ഇൻഫർമേഷൻസിനെയൊക്കെ എന്താണ്, ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അതുപോലെ എൻക്യാപ്സുലേഷൻ, എ ക്ലാസ് ഹൈഡ്സ് ഇറ്റ്സ് ഇൻഫർമേഷൻ. ഒരു ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, മെമ്പേഴ്സ് കാര്യങ്ങളൊക്കെ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ്, എ ക്ലാസ് ഇൻഹെറിറ്റ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ. അതായത് ഓരോ പ്രോപ്പർട്ടീസും, ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. പോളിമോർഫിസം, ഇറ്റ് മീൻസ് ദാറ്റ് മോർ ദാൻ വൺ ഫോം. അതായത് ഒന്നിൽ കൂടുതൽ ഫോംസിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അതുപോലെ ഡൈനാമിക് ബൈൻഡിങ്, കോഡ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ പ്രൊസീജിയർ കോൾ ഈസ് നോട്ട് നോൺ അണ്ടിൽ ദ ടൈം ഓഫ് കോൾ അറ്റ് റൺ ടൈം. ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പൈലറിൻ്റെ അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയി വരുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ബൈൻഡിങ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെയൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. റീയൂസബിലിറ്റി ഓഫ് കോഡ്, നമുക്ക് റീയൂസബിളായിട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും. ഡാറ്റ സെക്യൂർഡ്, നമ്മളതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റാസൊക്കെ സെക്യൂർഡ് ആയിരിക്കും. ഗുഡ് ഫ്രെയിം വർക്ക് ഫോർ കോഡ് ലൈബ്രറീസ്, നമ്മുടെ ലൈബ്രറീസിൻ്റെയൊക്കെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് നല്ല ഫ്രെയിം വർക്കാണ് C++ൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മോഡുലാർ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോളിംഗ് മെത്തേഡ്സ് C++ ലാംഗ്വേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് C++ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ C ലാംഗ്വേജിൽ കണ്ട അതേ ഡാറ്റ ടൈപ്സാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, C++ലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ്, അതായത് ഇൻറ്റിജേഴ്സ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻറ്റിജേഴ്സിനെ നമുക്ക് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ ഷോർട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതുപോലെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോയിൻ്റ് ഇട്ടിട്ടുള്ള സംഖ്യകൾ ഉണ്ടാവുമല്ലോ, 1.2 അല്ലെങ്കിൽ 3.5 എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ വാല്യൂസ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡബിളിൽ ഏകദേശം നമ്മൾ 15 ഡെസിമൽ ഡിജിറ്റ്സ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഫ്ലോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക 7 ഡെസിമൽ ഡിജിറ്റ്സ് വരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഡബിളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 വരെ ഡെസിമൽ ഡിജിറ്റ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ലോങ് ഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിന്നെ ക്യാർ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതായത് ക്യാരക്ടേഴ്സ്, നമുക്ക് എന്തൊക്കെ വേർഡ്സ് അതായിരിക്കും ക്യാരക്ടറിൽ നമ്മൾ കൊടുക്കുക. ബൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂളിയൻ, അതായത് ആൻഡ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ്സിനെ കൊടുക്കാനാണ് നമ്മൾ ബൂൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് മാത്രമേ എന്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ബൂളിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് സ്ട്രിങ്, അതായത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് നമുക്കൊരു സെൻറ്റൻസോ കാര്യങ്ങളോ കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിളാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വാരിയബിൾസ് എന്താണെന്ന് നോക്കാം. വാരിയബിൾസ് നമ്മൾ C ലാംഗ്വേജിൽ കണ്ടതാണ്. വാരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ മെമ്മറി. നമുക്ക് മെമ്മറിയിലേക്ക് നമ്മുടെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്, വാരിയബിൾസ് എന്ന് പറയുന്നത്. എ നെയിം സ്റ്റോർഡ് ബൈ ഇറ്റ്സ് വാല്യൂ, അതായത് നമ്മളൊരു വാരിയബിൾ നെയിം കൊടുക്കും. ആ വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് വേണ്ട വാല്യൂ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാരിയബിൾ യൂസ് ചെയ്യുന്നത്. വാരിയബിൾ ഡിക്ലറേഷനൊക്കെ നമ്മൾ C ലാംഗ്വേജിൽ C പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ കണ്ടതാണ്.
അതിൻ്റെ സിൻടാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് കൊടുക്കും. അതിനുശേഷം വാരിയബിളിന് നമ്മൾ എന്ത് നെയിമാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് എ. ഇതിൽ ഇൻറ്റ് എന്ന് പറയുന്നതാണ് എന്ത്, ഡാറ്റ ടൈപ്പ്. എ എന്ന് പറയുന്നതാണ് വാരിയബിൾ നെയിം. അതുപോലെ നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വാരിയബിളിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതും കൂടി നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സിൻടാക്സിൽ കൊടുത്തിട്ടുള്ളത്. ഡാറ്റ ടൈപ്പ് വാരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ. അതായത് ഡാറ്റ ടൈപ്പ് ഇൻറ്റ് എ ഈക്വൽ ടു 10. ഇതിൽ ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിൾ ആണ് എ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അകത്തേക്ക് എന്ത് പോയി, 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാരിയബിൾ എന്ന് പറയുന്നത് സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻ മെമ്മറിയാണ്. നമ്മുടെ മെമ്മറിയിലേക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാരിയബിൾസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് സി ലാംഗ്വേജിൽ നമ്മൾ ഇതുപോലെ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് എന്ത്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസ് തന്നെയാണ് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ നമ്മൾ C++ ലാംഗ്വേജിലായാലും സി ലാംഗ്വേജിലായാലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് പ്ലസ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, മൈനസ് സബ്സ്ട്രാക്ഷൻ, പിന്നെ സ്റ്റാർ കൊടുക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്ലാഷ് കൊടുക്കുന്നത് ഡിവിഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ മോഡുലസ് കൊടുക്കുന്നത് നമുക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുക, മോഡുലസ് കൊടുക്കുക. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്തിൽ യൂസ് ചെയ്യാം, നമ്മുടെ C++ ലാംഗ്വേജിൽ നമ്മുടെ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അതായത് ഈ സിമ്പിൾസ് എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ലെസ് ദാൻ. നമ്മൾ നേരത്തെ കണ്ട ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡിനേക്കാളും ചെറുതാണോ എന്നുള്ളതാണ് എന്ത് ലെസ് ദാൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡിനേക്കാളും വലുതാണോ ലെഫ്റ്റ് സൈഡിലുള്ളതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡിനോട് തുല്യമാണോ അതുപോലെ ചെറുതാണോ, അതിനേക്കാളും ചെറുതാണോ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ളതിനേക്കാളും വലുതാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഈക്വൽ ടു, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡും റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡും തമ്മിൽ ഈക്വൽ ആണോ എന്നുള്ളതാണ് ഈക്വൽ ടു എന്നുള്ള സൈൻ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറൻഡ് റൈറ്റ് സൈഡിലുള്ള ഓപ്പറൻഡിനേക്കാളും രണ്ടും തമ്മിൽ ഈക്വൽ അല്ല എന്നുള്ളതാണ് ഈ ഒരു ഓപ്പറേറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്.